നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് ഒ ആണോ? എന്നാൽ നിങ്ങൾക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ടൈപ്പ് ഒ രക്തമുള്ള ആളുകൾക്ക് സാധാരണയായി ഹൃദ്രോഗങ്ങൾക്കും രക്തം കട്ടപിടിക്കുന്നതിനും സാധ്യത കുറവാണ്. എന്നാൽ ഉയർന്ന അളവിൽ സ്റ്റൊമക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് വയറ്റിൽ അൾസർ, തൈറോയിഡ് പ്രശ്നങ്ങൾ, ആസിഡ് റിഫ്ലക്സ് എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും നിങ്ങൾക്ക് മാംസം, മുട്ട, മത്സ്യം തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കഴിയും. എന്നാൽ ബ്രെഡ്, മധുരപലഹാരങ്ങൾ പോലുള്ള സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകളോട് നിങ്ങൾക്ക് കൂടുതൽ സംവേദനക്ഷമത ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷീണവും വയറുവീർപ്പുമുട്ടലും അനുഭവപ്പെടുകയും ചെയ്യാം. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ടൈപ്പ് ഒ രക്തഗ്രൂപ്പിലുള്ളവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കോർട്ടിസോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ സ്ട്രെസ് നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേരം നിങ്ങളുടെ ശരീരം പിരിമുറുക്കത്തിലായിരിക്കാം. ഒരുപക്ഷെ ഇതാകാം അതിന് കാരണം. മറ്റൊരു കാര്യം, കൊതുകുകൾക്ക് ടൈപ്പ് ഒ രക്തത്തോടാണ് മറ്റ് രക്തഗ്രൂപ്പുകളേക്കാൾ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളാണ് എപ്പോഴും കൊതുകുകടി ഏൽക്കുന്നതെങ്കിൽ ഇതായിരിക്കാം കാരണം. എന്നാൽ ഇതിലെ ഏറ്റവും നല്ല കാര്യമെന്തെന്നാൽ ടൈപ്പ് ഒ രക്തം ഒരു യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവായി അറിയപ്പെടുന്നു. നിങ്ങളുടെ രക്തം ഒരു അടിയന്തര ഘട്ടത്തിൽ ആർക്കും നൽകാനാകും. അതിലൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ബ്ലഡ് ടൈപ്പ് ഒ ഉള്ള സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ഡോക്ടർ തങ്കുവിനെയും ഫോളോ ചെയ്യുക.